മേടമാസ പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കാൻ 2 ദിവസം ബാക്കി നിൽക്കെ ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുന്നു. ദർശനത്തിനെത്തുന്ന അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വർധനവുണ്ട്. 30,000-ഓളം ഭക്തജനങ്ങളാണ് ഇന്നലെ ദർശനം നടത്തിയത്. മേടമാസ പൂജകൾ പൂർത്തിയാക്കി 18-ാം തീയതി രാത്രി 10 മണിക്ക് നടയടയ്ക്കും. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക് തുടരുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി അനുഭവപ്പെടുന്ന തിരക്ക് ഇന്ന് രാവിലെയും തുടരുന്നു. 28,336 ഭക്തജനങ്ങളാണ് നിലവിലെ കണക്ക് പ്രകാരം ഇന്നലെ ദർശനം നടത്തിയത്. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഭക്തജനങ്ങളുടെ കണക്ക് കൂടി ചേർക്കാനുണ്ട്. 30,000-ന് മുകളിൽ ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം നടത്തി എന്ന വിലയിരുത്തലാണ് ഉള്ളത്. ഇന്ന് രാവിലെയും തിരക്ക് തുടരുന്നു. ഒപ്പം തന്നെ ഇനി വരും മണിക്കൂറുകളിൽ തിരക്ക് തുടരുന്നതിനുള്ള സാധ്യതയാണുള്ളത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൂടുതലായി എത്തുന്നുണ്ട്. 10-ാം തീയതിക്ക് ശേഷം അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവ്. കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ ധാരാളമായി എത്തുന്നു. അതോടൊപ്പം തന്നെ മലയാളികളും ഇനിയുള്ള ദിവസങ്ങളിൽ അവധിയൊക്കെ ആയതുകൊണ്ട് കൂടുതലായി എത്തുന്നതിനുള്ള സാധ്യതയുമുണ്ട്. 10-ാം തീയതിക്ക് മുൻപ് മലയാളികളായിരുന്നു കൂടുതലായി എത്തിയിരുന്നുവെങ്കിൽ 10-ന് ശേഷം അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. അതോടൊപ്പം തന്നെ കർണാടക, സ്ത്രീ ഭക്തജനങ്ങളുടെ മാളികപ്പുറങ്ങളുടെ എണ്ണത്തിൽ വർധനവ് കൂടുതലായി ഉണ്ട്. കുഞ്ഞു അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും കൂടുതലായി എത്തുന്നുണ്ട്. അവധിയൊക്കെ ആയതുകൊണ്ട് കുഞ്ഞു അയ്യപ്പന്മാരെയും കുഞ്ഞു മാളികപ്പുറങ്ങളെയും ഒക്കെ ആയിട്ട് കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും തിരക്ക് അനുഭവപ്പെടുന്നതിനുള്ള സാധ്യത ഉണ്ട്. 18-ാം പടി മിനിറ്റിൽ 80-ലധികം ഭക്തജനങ്ങളെ കയറ്റിവിട്ടുകൊണ്ട് മണ്ഡല മകരവിളക്ക് കാലത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാക്കിയത് എങ്ങനെയാണോ അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ സന്നിധാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഘട്ടം ഘട്ടമായി നടപ്പന്തലിൽ നിന്നും ഒപ്പം 18-ാം പടിയും കയറ്റിവിട്ട് ഫ്ലൈ ഓവറിലൂടെ ഭക്തർക്ക് ദർശനം ക്രമീകരിച്ചുകൊണ്ട് ഇരിക്കുന്നു. സിവിൽ ദർശനത്തിന്റെ ഭാഗത്തും ഒപ്പം തന്നെ 18-ാം പടിയുടെ ഭാഗത്തും അല്പം സമയം കൂടുതൽ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യവും ഉണ്ട്. കൂടിപ്പോയാൽ 2 മണിക്കൂർ അത്രയും സമയമൊക്കെ ഭക്തജനങ്ങൾക്ക് ഈ മറ്റ് പൂജാ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് നടയടയ്ക്കുന്നത് കൊണ്ടൊക്കെ അല്പസമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. എങ്കിൽ പോലും തിരക്ക് വലിയ രീതിയിലേക്ക് ഉയരാത്ത രീതിയിൽ തിരക്കിന്റെ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സന്നിധാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും വലിയ തിരക്ക് സന്നിധാനത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മലയാളികളും ഒപ്പം അയൽ സംസ്ഥാന ഭക്തജനങ്ങളും കൂടുതലായി എത്തുമ്പോൾ 2 ദിവസം തിരക്കിൻ്റെതായിരിക്കാം എന്നുള്ള സൂചന. ഒപ്പം പമ്പയിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ മല കയറി എത്തുന്നുമുണ്ട്. സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ, അന്നദാനത്തെ മണ്ഡപത്തിന് മുൻപിലുള്ള ഭാഗം, മാളികപ്പുറത്തിന് സമീപത്തുള്ള ഭാഗങ്ങൾ, അരവണ കൗണ്ടറിന് മുൻപിലുള്ള ഭാഗങ്ങൾ എന്നിങ്ങനെ ഉള്ള ഭാഗങ്ങളിലെല്ലാം ഭക്തജനങ്ങൾ വലിയ സംശയമായി കൂട്ടമായി നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മലയിറങ്ങുന്ന ദർശനം പൂർത്തിയാക്കിയ ഭക്തജനങ്ങൾ മലയിറങ്ങാൻ വൈകുന്നതും സന്നിധാനത്ത് തിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. എങ്ങനെയാണോ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് സന്നിധാനം ഭക്തജന പ്രവാഹമായി ഭക്തജന സഞ്ചയമായി മാറുന്നത്, ആ കാഴ്ച തന്നെയാണ് ഈ 3 ദിവസങ്ങളിലായി സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. 18-ാം തീയതി രാത്രി 10 മണിക്കാണ് മേടമാസ പൂജകളെല്ലാം പൂർത്തിയാക്കി നടയടയ്ക്കുക. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി.